നമസ്കാരം. 8 മാസം മുമ്പ് ബഹിരാകാശത്ത് കുടുങ്ങിയ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിനെയും സഹയാത്രികരെയും തിരികെ ഭൂമിയിലേക്ക് എത്തിക്കാൻ ഇലോൺ മസ്കിൻ്റെ സഹായം തേടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇലോൺ മസ്ക് തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമമായ എക്സിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇവരെ തിരികെ എത്തിക്കുന്നതിൽ ജോ ബൈഡൻ ഭരണകൂടം വലിയ വീഴ്ചയാണ് വരുത്തിയതെന്ന് നേരത്തെ പലവട്ടം ഇലോൺ മസ്ക് ആരോപിച്ചിരുന്നു. ഇലോൺ മസ്കിൻ്റെ തന്നെ സ്ഥാപനമായ സ്പേസ് എക്സ് ഇക്കാര്യത്തിന് തയ്യാറാണ് എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. നാസ അവരെ ഇക്കാര്യത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ജോ ബൈഡൻ സർക്കാരാകട്ടെ ഇതിന് അന്തിമ ഉത്തരവ് നൽകുന്നത് അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇവർ ഇത്രയും കാലം ബഹിരാകാശത്ത് തങ്ങേണ്ടി വന്നത്. 10 ദിവസത്തെ ദൗത്യത്തിനായിട്ടാണ് സുനിത വില്യംസ് സഹപ്രവർത്തകരും ബഹിരാകാശത്ത് എത്തിയത്. പിന്നീട് ഇവർ സഞ്ചരിച്ചിരുന്ന ബഹിരാകാശ വാഹനത്തിന് സാങ്കേതിക തകരാറുണ്ടായതിനെ തുടർന്നാണ് ഇവർ അവിടെ കുടുങ്ങിപ്പോയത്. 10 ദിവസത്തേക്ക് പോയ ഇവർ ഇപ്പോൾ 8 മാസമായിട്ട് ബഹിരാകാശത്ത് തന്നെ കഴിയുകയാണ്. ഇവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചൊക്കെ തന്നെ നിരവധി അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ വർഷം ജൂൺ മുതൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള 2 ബോയിങ് സ്റ്റാർലൈനർ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസ്, ബുഷ് വിൽമോർ എന്നിവരുടെ തിരിച്ചുവരവ് സാധ്യമാക്കാൻ ട്രംപ് തന്നോട് ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇലോൺ മസ്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയാകട്ടെ ഇവരവിടെ കുടുങ്ങിക്കിടക്കുകയാണ്, സുരക്ഷിതരല്ല തുടങ്ങിയ ആരോപണങ്ങൾ തള്ളിക്കളയുകയായിരുന്നു. അവരുടെ ആരോഗ്യത്തിന് യാതൊരു തകരാറുമില്ല എന്നും ഇപ്പോഴും അവർ വളരെ സുഖകരമായി തന്നെയാണ് ബഹിരാകാശത്ത് കഴിയുന്നത് എന്നുമാണ് നാസ വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇലോൺ മസ്കിൻ്റെ പ്രസ്താവനയോട് നാസ പ്രതികരിച്ചിരിക്കുന്നത് ഇത്തരത്തിലാണ്. വെറുതെ ഭീതി പരത്തുന്നതിനാണ് ഇലോൺ മസ്കും സംഘവും ശ്രമിക്കുന്നത് എന്ന് നേരത്തെയും നാസ വ്യംഗ്യമായി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നാസയുടെ റിപ്പോർട്ട് അനുസരിച്ച് നാസ പറയുന്നത് ഈ വർഷം മാർച്ച് അവസാനത്തോടുകൂടി മാത്രമേ ഇവരെ തിരികെ എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. ഇലോൺ മസ്കിൻ്റെ തന്നെ സ്ഥാപനമായ സ്പേസ് എക്സ് വിക്ഷേപിച്ച ക്രൂ 9 എന്ന ബഹിരാകാശ പേടകത്തിൽ ഇവരെ തിരികെ കൊണ്ടുവരാനാണ് നാസ ഉദ്ദേശിക്കുന്നത്. നേരത്തെ 4 യാത്രക്കാരുമായിട്ടാണ് ഈ ബഹിരാകാശ വാഹനം പുറപ്പെടാനിരുന്നത്. ഇവർ 2 പേരെ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ 2 യാത്രക്കാർ മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്. ഈ ബഹിരാകാശ വാഹനം മടങ്ങിയെത്തുമ്പോൾ സുനിത വില്യംസിനെയും സഹയാത്രികനെയും ഒപ്പം കൂട്ടാനാണ് നാസയുടെ തീരുമാനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും അതിനു മുമ്പുമൊക്കെ തന്നെ ബഹിരാകാശത്തേക്ക് നാസ അയച്ച ഈ 2 ബഹിരാകാശ സഞ്ചാരികളുടെയും കാര്യത്തിൽ ബൈഡൻ സർക്കാർ തികഞ്ഞ അലംഭാവമാണ് കാട്ടുന്നത് എന്ന് നിരന്തരമായി ആരോപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ എത്രയും വേഗം സുരക്ഷിതരായി തിരികെ എത്തിക്കുക എന്നുള്ളത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചും ഒരു വളരെ പ്രധാനപ്പെട്ട ദൗത്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇലോൺ മസ്കിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും അവ കൂടുതൽ പുരോഗമനപരമാക്കുന്നതിനും വേണ്ടി രൂപീകരിച്ച സമിതിയുടെ തലപ്പത്തുള്ളതും ഇലോൺ മസ്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ സുനിത വില്യംസ് ഉൾപ്പെടെയുള്ള ബഹിരാകാശ യാത്രികരുടെ മടങ്ങിവരവ് എത്രയും നേരത്തെയാക്കാൻ തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാരിൻ്റെ തീരുമാനം. ഒരുപക്ഷെ നാസയ്ക്കും ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് നൽകാൻ തന്നെയാണ് സാധ്യത.